ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കറൻലി കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നതിലായിരുന്നു. കറൻലി ഞാനിപ്പോൾ ദുബായിലാണ്. ദുബായിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇതെൻ്റെ. ഇത് വോയിസ് കറക്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം മൈക്ക് കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല ഇതുവരെ. അപ്പം നല്ല റഷ്യാണ് ഇവിടുന്ന്. ഔട്ട്സൈഡ് നോയ്സ് നല്ല രീതിക്കുണ്ട്. അപ്പം എൻ്റെ വോയിസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ, എൻ്റെ ഫേസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനിപ്പം ഓൺപാസിൽ മെട്രോ സ്റ്റേഷനിലാണല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അനന്തു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അപ്പുറത്ത് ഡേ ടു ഡേയിലുണ്ട്. അപ്പം അവൻ വന്നിട്ട് ബാക്കി വീഡിയോ ഗൈസ് അവൻ വരുന്നുണ്ട്. ഇത് അവൻ ഇത് അകത്തുനിന്ന് ഇറങ്ങി നിക്കറൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചതോ വരുന്നത് ഗൈസ്. ഈസ് ഓൺ ദി ബോർഡ്. അപ്പോൾ അനന്ത് ചാടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ദുബായ് വ്ളോഗിലെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. കറൻലി വി ആർ ഇൻ ദുബായ് മാൾ. ഇതാണ് ദുബായ് മാളിന് പുറത്തുള്ള ഗൈസ്. ദിസ് ഈസ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി പകുതി പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലാണുള്ളത്. ദിസ് ഈസ് ബുർജ് ഖലീഫ. ഇത് അതിനോട് ചേർന്നുള്ള അടുത്തൊരു ടവറാണ്, പക്ഷേ ദിസ് ഈസ് ബുർജ് ഖലീഫ ഗൈസ്. ഫുൾ വ്യൂ അതിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ കാണിച്ചു തരാം. അവിടെ നമ്മളെ ഫ്രണ്ട് ഒരുത്തൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്തോട്ട് പോയിട്ട് കാണാം. കറൻലി വി ആർ ഇൻ ദുബായ് മാൾ. നല്ല റഷുണ്ട്, നല്ല റഷുണ്ട്. റഷ് തിരക്ക് രസമല്ല. ഇതിവിടെ ഫിലിപ്പീൻസിന് വായി നോക്കി നടക്കുവാണ്. ഇത് നാണക്കെടുത്ത് പോയതാണ്. പിന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനാണെങ്കിൽ ഫിലിപ്പീൻ ഗേൾ ഫ്രണ്ട്സേ ഉള്ളൂ. അത് ഫൈസൽ സേ ഹായ്. അപ്പം ദുബായ് മാളിലെ പെരുവൂരിൽ നിന്നൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകാം. എല്ലാവർക്കും കൊണ്ട് കയറാമെന്നാണ് പറഞ്ഞത്. ഇവിടെ കയറിയിട്ട് അതിൻ്റെ കൂടെ ഇറങ്ങിക്കോളാം. നീ പറഞ്ഞ സ്റ്റാർബക്സിൽ കയറിയിട്ട് അതിൻ്റെ കൂടെ ഇറങ്ങിക്കോളാം. പക്ഷേ ഇവന് വ്ളോഗിൽ വരാൻ ഭയങ്കര മടിയാണ്. അവന് ഭയങ്കര സ്റ്റേജ് ഫിയറാണ്. വ്ളോഗിൽ വരാൻ ഭയങ്കര മടിയെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ബോഡി ഷേവിങ് ചെയ്തോളാം. ബോഡി ഷേവിങ് ഞാൻ പിന്നെ എപ്പോഴാണ് ബോഡി ഷേവിങ് ചെയ്തത്? ആൾക്കാരെ പലതും പറയും, പക്ഷെ നമ്മളെ കംഫർട്ട് സോണിൽ നിൽക്കണോടെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനിവന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് എന്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. ഇപ്പൊ ആണെങ്കിൽ ചെറിയ രീതിക്ക് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവും. പക്ഷെ ഇത് 15 Pro Max ആണ്. ഇത് പിടിച്ചിട്ടുള്ള കൈ കഴിക്കുന്നത് നല്ല രീതിക്ക്. ഞാൻ 13 പിടിച്ച് 15 Pro ഓടിക്കും. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ടോ? എന്റെ ഷോൾഡർ നല്ല ടൈറ്റായി. എനിക്കാണ് ദുബായ് മോളിന്റെ ആകം. ഇൻഫ്ലുവൻസറാണ് ദുബായ്. ആക്ച്വലി ഇതൊരു ദുബായ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇത് ദുബായ് മാളിന്റെ ഒരു സൈഡൊക്കെ ഉള്ളൂ. ഇനി അപ്പുറം സൈഡ് വരെ നമുക്ക് നടക്കാണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിക്കുള്ള വലുതല്ല, വിചാരിക്കുന്ന അപ്പുറം വലുതാണ്ട് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ 7 മണിയായി. ഇനി എപ്പോൾ തിരിച്ചിറങ്ങുമെന്നോ എപ്പോൾ റൂമിൽ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. റൂമിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ തന്നെ റൂമിൻ്റെ വഴി കിടക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനിതൊരു കാര്യം കാണിച്ചു തരാം. ദിസ് ഈസ് ദുബായ് അക്വേറിയം. മീനുകളെ കണ്ടോ? അതാണ് വർക്കല കടലിലുള്ള നമ്മുടെ പരലന്ദ്ര. ഇവിടുത്തെ റഷ്യം അതുപോലെ തന്നെ ഉണ്ട്. അകത്തോട്ട് കയറിയിട്ട് വിശദമായിട്ട് കാണിക്കുമ്പോഴത്തേക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ക്യാമറ ഓഫ് ആണ്. ഞാൻ കുറച്ചും കൂടെ അകത്തോട്ട് കയറിയിട്ട് ക്യാമറ ആണെങ്കിൽ എല്ലാം കാണിച്ചു തരാം. Guys, look at that, guys. കീഴിലുള്ള ഷാർക്ക്, പേരറിയാത്ത മീൻ.
തെരണ്ടി. പക്ഷെ നേരത്തെ ഒരു വലിയൊരു തെരണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ കാണാനില്ല. കുഞ്ഞു 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 തെരണ്ടികളും. നിങ്ങൾക്കിത് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കൊമ്പുള്ള മീൻ. നമ്മൾ ഇറങ്ങി. ഇവൻ മത്സ്യകന്യയെ നോക്കി 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 നടന്ന് മത്സ്യകന്യയെ വന്നില്ല. ഇവരെ പറ്റിച്ചു. മത്സ്യകന്യക വന്നു. ഒരു 2 പോസ്റ്റർ കണ്ട് മത്സ്യകന്യകന്മാര് വന്നതല്ലാതെ ഒരു മത്സ്യകന്യക വന്നില്ല. വലിയ നിരാശയോടെ നമ്മള് ദുബായ് മോളിൽ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത ബുർജ് ഖലീഫയിലോട്ട് പോകും. ദുബായ് മോളിൽ നിന്ന് അങ്ങനെ ഇറങ്ങണേ ഭയങ്കര റഷ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടത് പോലും ഇല്ല. അവിടുന്ന് കയറി നേരെ ഇപ്പുറത്ത് ഇറങ്ങി. പറഞ്ഞ് വീക്കെൻഡ് ആയതുകൊണ്ട് അന്നത്തെ റഷ് ഒന്ന്. വീക്കെൻഡ് എല്ലാ സ്ഥലത്തും നല്ല റഷ് ഉണ്ടാവും. ഇനി അടുത്തത് നമ്മളിവിടെ നേരെ ബുർജ് ഖലീഫ കാണാൻ പോവാണ് ഗൈസ്. മിക്കവാറും ഈ വ്ളോഗ് നല്ല വലിയൊരു വ്ളോഗായിരിക്കും. കാരണം ഇവിടുന്ന് എടുത്ത് ഒരു ഫുട്ടേജും കട്ട് ചെയ്യാൻ പറ്റാത്ത ഫുട്ടേജസ് ആണ്. അത്ര കിള്ളം ഫുട്ടേജസ് ആണ്. ഇവന്റെ ഐഫോണിൽ എടുത്താണെന്ന് ഇവൻ പറയാൻ പറഞ്ഞു. ഐഫോൺ 15 പ്രോ മാക്സ് അല്ലേടാ. അങ്ങനെ നമ്മൾ ദുബായ് മാളിൽ നേരെ വെളിയിലോട്ട് എക്സിറ്റ് ആവുകയാണ്. ഇവിടുത്തെ എക്സിറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടോ? നമ്മളിവിടെ അവരൊന്ന് ഒറ്റ അടി അടിക്കത്തേ ഉള്ളൂ. ഉണ്ടോ? ഇതാണ് റൊട്ടേഷൻ. പക്ഷെ ഇവിടെ ബുർജ് ഖലീഫ എവിടെയാണ് ഞാൻ കണ്ടില്ല. ഇത് കണ്ടുപിടിക്കണം. ബുർജ് ഖലീഫ ബുർജ് ഖലീഫ ഇതാണേടാ. ആ പറയി കാണുന്നില്ലേടാ? അല്ലല്ല, അത് ബുർജ് ഖലീഫ അല്ല. നമ്മക്കാണോ വയസ്സിലടി കേട്ടത്? ഇനി ഇവിടെ ഇരുന്ന പോലീസിന് ഞാൻ എന്റെ പാസ്പോർട്ട് പോലും എടുത്തില്ല. പാസ്പോർട്ട് എല്ലാം ബാഗിനകത്ത് റൂമിലിരിക്കുകയാണ്. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കി അവന്മാർ ഫസ്റ്റ് പാസ്പോർട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവ ഉള്ളതുകൊണ്ട് ഇവിടെ പേടിക്കണ്ട. ഇവൻ പോലീസിന്റെ എന്തോ ആളാണെന്നാണ് പറഞ്ഞത്. This is the night view from Dubai. നൈറ്റ് വ്യൂ. ദുബായ് ഡേ വ്യൂവും നൈറ്റ് വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഈ സമയം ദുബായ് ഡേ വ്യൂ കാണാൻ ഇറങ്ങിയ ഫ്രൈ ആയിട്ടാണ്. കാരണം ഇവിടെ 40 ഡിഗ്രി ഒക്കെയാണ്. രാവിലെ 10 മണിയിലെ ചൂട്. 52 ഡിഗ്രി രാവിലെ 10 മണിയിലെ ചൂടാ ഞാൻ പറഞ്ഞത്. 40 ഡിഗ്രി. ഉച്ചക്കായ 50-52. പുറത്തിറങ്ങി ഉരുവി പോണ ചൂടാണ്. അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. ഇപ്പം 7:30 മണി കഴിഞ്ഞു. നമ്മൾ 7 മണിക്ക് എൻ്ററായി. ഇപ്പുറ സൈഡ് എത്തിയപ്പോൾ 7:30 ആയി. ഗൈസ് ഈ ഫോൺ ഭയങ്കര ഹെവിയാണ്. എൻ്റെ കൈ ഭയങ്കര തളർച്ച. ഞാൻ ബുർജ് ഖലീഫ ഗൈസ് എവിടെയാണെന്ന് അറിയത്തില്ല. നോക്കാം. എവിടെയാണെന്ന് അറിയത്തില്ല. നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഖലീഫ ദുബായ് മാളിൽ ഈ സൈഡാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇത് ഓപ്പോസിറ്റ് സൈഡായി പോയെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ബേക്കിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിനെ വല്ലം വലിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 1.5-2 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റുള്ളത് നടന്നതിൻ്റെ പരിപ്പിടത്തുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇപ്പോൾ തോന്നിക്ക്. ദുബായിൽ എവിടെയൊക്കെ സ്പാ ഉണ്ടെന്ന് പറയണമെങ്കിൽ അനന്തപുരം കോണ്ടാക്റ്റാണ്. ദുബായിലെ എല്ലാ സ്പാകളും അനന്തപുരം സുപരിചിതമാണ്. 6 മാസം കൊണ്ട് ഇവിടെ അനന്തപുരം കയറാത്ത സ്പാ ഇല്ലെന്നാണ് അവൻ പറയണത്. നിങ്ങൾക്ക് സ്പായുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അനന്തപുരം കോണ്ടാക്ട് ചെയ്യാം. നേരത്തെ ഞാൻ ഒന്നും പറയാതെ വീഡിയോ കട്ട് ചെയ്തത്. അവിടെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു. ക്യാമറ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിപ്പോൾ കറങ്ങി വന്നൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിപ്പോയി. നമ്മൾ തിരിച്ച് നടന്ന് അപ്പുറ സൈഡ് പോയി മാളിൻ്റെ അകത്ത് കയറി അവിടെ നിന്ന് പിന്നെ നമുക്ക് വീണ്ടും ബുർജ് ഖലീഫയുടെ സൈഡിലോട്ട് പോകണം. ബുർജ് ഖലീഫ അരക്കിച്ച് കലക്കി കുടിച്ചെന്നും പറഞ്ഞ് ഈ പൊട്ടൻ വിളിച്ചോണ്ട് വന്നതാണ്. അവന് വരെ വഴി അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും മാളിൻ്റെ അങ്ങോട്ട് പോകണം. മാളിൽ കയറിയിട്ട് തിരിച്ച് അപ്പുറ സൈഡ് വീണ്ടും ദുബായ് മാളിലേക്ക് സ്വാഗതം. ദുബായ് മാളിൽ കയറിയിട്ട് അപ്പുറ സൈഡ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം അപ്പുറ സൈഡ് ഇറങ്ങിയിട്ട് വരാം. ഇനി ഈ ഫോണും പിടിച്ച് നടക്കാനാവില്ല. രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തു. കാരണം രാവിലെ ട്രാവൽ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് റൂം ഷിഫ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ എന്തൊക്കെ എക്സ്പെൻസീവ് ഫുഡൊക്കെ മേടിച്ചില്ലാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടാണ്.
എന്നൊക്കെ പറയുന്നത്. ഇനി അപ്പുറ സൈഡ് ഇറങ്ങിയിട്ട് വന്നിട്ട് ഒക്കെ കാണാം. ഓക്കെ ബൈക്ക് ഗൈസ് ഫൈനലി നമ്മൾ ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെയാണുള്ളത്. ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെ ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ബുർജ് ഖലീഫയുടെ വ്യൂ കാണിച്ചിടാൻ പറ്റുകയും കാണിച്ചിടാം. ഫോണിൽ ഇത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. വീഡിയോയിൽ ഇത്ര ഭംഗിയായിട്ട് കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അമേസിങ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഞാൻ UAE വരുമെന്ന്. ഞാൻ അനദർ പ്ലാൻസായിട്ട് വേറെ ഞാൻ മൂവ് ഓൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് UAE വരേണ്ടി വന്നത് അവസാനം. പക്ഷേ UAE is വെരി നൈസ്. അല്ലാസ് ഞാൻ ഇവിടെ നിന്നും കുറച്ച് മാറി നിന്നിട്ട് എങ്ങനെയെങ്കിലും വ്യൂ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഞാൻ കുറച്ച് വെർട്ടിക്കലായിട്ട് എടുത്തു തരാം. ഗൈസ് ഇപ്പം കറക്റ്റ് ഞാൻ ബുർജ് ഖലീഫയുടെ താഴെയാണുള്ളത്. ഇത് ഇത്ര എൻ്റെ ഫേസ് ഫോക്കസ് ആണെന്നോ എൻ്റെ ലൈറ്റിങ് ഒക്കെ ആണെന്നോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ജസ്റ്റ് അമേസിങ്. ഞങ്ങളിങ്ങനെ ദുബായ് മണിൽ നിന്ന് ഇറങ്ങി ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. നീ എവിടെയാടാ? ജിബിലില്ല. ഞാൻ മാൾ ഓഫ് എമിറേറ്റ്സ്. മാൾ ഓഫ് എമിറേറ്റ്സിലും ഞാനിന്ന് നേരെ അൽഖേൽക്കയിലോട്ടും യാത്ര തുടങ്ങാം ഗൈസ്. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നവരെ